ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ SCERT 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളിപ്പോൾ ഒരു LP UP എക്സാം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. നമ്മുടെ ടോപ്പിക്കിലെ നദീതട സംസ്കാരങ്ങളിൽ ഉൾപ്പെടുന്ന സംസ്കാരങ്ങളൊക്കെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഓരോ സംസ്കാരത്തിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദ്യം തന്നെ ഒരു കൃതിയിൽ നിന്നുള്ള കുറച്ച് വരികളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കൃതിയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് കഥയാണ്, അതാരാണ് എഴുതിയത്, അല്ലേ? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ആരുടേതാണത്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്, അല്ലേ? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലേതാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പൂർവികരെ കണ്ടെത്താമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കാം എന്താണ് BCEയും അതുപോലെ CEയും. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കാലഗണന അനുസരിച്ച് നമ്മുടെ ചരിത്രത്തെ 2ആയി തിരിക്കാം. അതിലൊന്നാണ് BCEയും മറ്റൊന്ന് CEയും. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ എന്നാണ്, പൊതുവർഷത്തിന് മുൻപ്. CE എന്ന് പറഞ്ഞാൽ കോമൺ എറ, പൊതുവർഷം. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് മുൻകാലങ്ങളിൽ BC എന്നും AD എന്നും നമ്മുടെ കാലഘട്ടത്തെ 2ആയി തിരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലത്തെ AD അന്നോ ഡൊമിനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഈ നമ്മുടെ BCയും ACയും ADയും ഒക്കെ മാറിയിട്ട് BCയെ BCE എന്നും ADയെ CE എന്നുമാണ് ഇന്ന് അത് അറിയപ്പെടുന്നത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഒരു നൂറ്റാണ്ട് എന്നാൽ എത്ര വർഷങ്ങൾ ചേർന്നിട്ടാണ് ഒരു നൂറ്റാണ്ട് രൂപപ്പെടുന്നത്? 100 വർഷങ്ങൾ ചേർന്നാണ് ഒരു നൂറ്റാണ്ട് രൂപപ്പെടുന്നത്. എന്നാൽ ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. ഓർത്തിരിക്കുക, ഒരു നൂറ്റാണ്ടാണെങ്കിൽ അത് 100 വർഷങ്ങൾ ചേർന്നാണ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷവുമാണ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? നമ്മുടെ മനുഷ്യ ഫോസിലുകളാണ്, അല്ലേ? ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നും കിട്ടുന്നുണ്ടല്ലേ ഫോസിലുകൾ? അതൊക്കെ ലാബിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് എത്ര വർഷം മുമ്പുള്ളതാണ്, ഏത് ജീവിയുടേതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടെത്താനായിട്ട് ഫോസിലുകൾ സഹായിക്കുന്നുണ്ട്. ഇനി മനുഷ്യ പരിണാമത്തെക്കുറിച്ച് നോക്കാം. നമുക്ക് മനുഷ്യ പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മുന്നോട്ട് വരുന്നൊരു പേരാണ്, അല്ലേ? ചാൾസ് ഡാർവിൻ, അല്ലേ? ചാൾസ് ഡാർവിൻ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് ചാൾസ് ഡാർവിൻ അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. ഓക്കെ, അപ്പോൾ ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റമാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന് കാരണമെന്ന് ആര് പറഞ്ഞു? ചാൾസ് ഡാർവിൻ പറഞ്ഞു. അതിന് അദ്ദേഹം വിളിച്ച പേരെന്തായിരുന്നു? പരിണാമം. പരിണാമം. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ചാൾസ് ഡാർവിൻ്റെതാണ്. പക്ഷെ അത് പ്രസിദ്ധീകരിച്ച വർഷം സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക, 1859. അപ്പോൾ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രന്ഥം 1859 പ്രസിദ്ധീകരിച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഇനി ചാൾസ് ഡാർവിനെ പറ്റി തന്നിട്ടുണ്ട്, വായിക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. അപ്പോൾ ഡേറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനനമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 1809 ഫെബ്രുവരി 12 ആര് ജനിക്കുന്നത്? ചാൾസ് ഡാർവിൻ. എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച
പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുമെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. ഇനി മനുഷ്യരുടെ പൂർവികരെ കണ്ടെത്താനായിട്ട് മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, നോക്കുക. ഫസ്റ്റ് പ്രൈമേറ്റുകളാണ്. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ സസ്തനികളിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകളിൽ നിന്നും ഹോമിനോയിഡുകൾ രൂപപ്പെടുന്നു, അല്ലെ? 4 കാലിൽ നടത്തമുള്ളവരാണ് ഹോമിനോയിഡുകൾ. ഓർത്തിരിക്കുക, അവരുടെ പ്രത്യേകത എന്താണ്? അവർ 4 കാലിൽ നടക്കുന്നവരാണ് ഹോമിനോയിഡുകൾ. അതിൽ നിന്നും പരിണമിച്ച് ഹോമിനിഡുകൾ ഉണ്ടായി. ഹോമിനിഡ്സ് എന്ന് നമ്മൾ പറയും. ഹോമിനിഡുകൾ ഉണ്ടായി. അവരുടെ പ്രത്യേകത എന്താണ്? 2 കാലിൽ നടക്കും, അല്ലെ? 2 കാലിൽ നടക്കുന്നവരാണ് ഹോമിനിഡുകൾ. ഇനി ഈ ഹോമിനിഡുകളെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാം. ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും രണ്ടായി തിരിക്കാം. ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും രണ്ടായി തിരിക്കാം. ഇനി ആസ്ട്രലോപിത്തേക്കസിന്റെ ഡിവിഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഹോമോയുടെ ഡിവിഷൻസ് 3 തന്നിട്ടുണ്ട്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകത അറിഞ്ഞിരിക്കുക. ഹോമോ ഹാബിലിസ് എന്താണ്? ഉപകരണ നിർമ്മാതാക്കളാണ്, അല്ലെ? അവർ ഉപകരണങ്ങളിൽ നിർമ്മിക്കുന്നതിലാണ് അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവരുടെ പ്രത്യേകത അതുതന്നെയായിരുന്നു. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ഉപകരണ നിർമ്മാതാക്കളാണ്. ദെൻ ഹോമോ ഇറക്ടസ്, ഇതൊക്കെ ആദിമ മനുഷ്യരുടെ കാര്യമാണ് കേട്ടോ, ഇന്നത്തെ ഉപകരണങ്ങളൊന്നും അല്ല. ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞാൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഇറക്റ്റ് ആയിട്ട് നിൽക്കുക, അല്ലെ? നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ദെൻ ഹോമോ സാപ്പിയൻസ് എന്താണ്? ഇന്നത്തെ മനുഷ്യർ, അല്ലെ? ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഓക്കെ, അപ്പോൾ ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് തുടങ്ങിയവ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഏതിലാണ് ഇൻക്ലൂഡ് ആകുന്നത്? നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരാണ്, അല്ലെ? ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി മനുഷ്യ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. ആദിമ മനുഷ്യരൊക്കെ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. അത് നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്നതാണ്. അവർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അതുപോലെ അതിൻ്റെ മാംസം ഭക്ഷിച്ചുമാണ് അവർ ജീവിച്ചിരുന്നത്. ചുറ്റുപാടിൽ നിന്നും കിട്ടിയിരുന്ന പരിക്കൻ കല്ലുകളൊക്കെയായിരുന്നു അവർ ആയുധമാക്കിയിരുന്നത്. അപ്പോൾ ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ കല്ല് ശിലയാണല്ലോ. അപ്പോൾ ഈ ശിലകൾ ഉപകരണമാക്കിയിട്ട് അല്ലെങ്കിൽ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നതിനാൽ അവർ ജീവിച്ച ആ കാലഘട്ടത്തെ നമ്മൾ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. അപ്പോൾ ഈ ശിലകളുടെ ഉപയോഗം തന്നെ അതിൻ്റെ വ്യത്യസ്തതയെ അടിസ്ഥാനമാക്കിയിട്ട് ശിലായുഗത്തെ 3ആയി തിരിക്കുന്നുണ്ട്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. എന്താണ് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം? ഓരോ ശിലായുഗത്തിൻ്റെയും പ്രത്യേകത അറിഞ്ഞിരിക്കുക. പ്രാചീന ശിലായുഗം എന്താണ്? ശിലായുഗത്തിലെ ആദ്യ ഘട്ടം, അല്ലെ? ശിലായുഗ ഘട്ടത്തിന്റെ ആദ്യത്തെ സ്റ്റേജാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ഇവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഉപജീവനം. ശേഖരണവും വേട്ടയാടലും. മധ്യശിലായുഗത്തിലോട്ട് വന്നപ്പോൾ സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു, അല്ലെ? ഈ പരുക്കൻ കല്ലുകൾ മാറി കുറച്ചുകൂടി സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവുമൊക്കെ ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലുകളും ഇലകളുമൊക്കെ വസ്ത്രങ്ങളാക്കി. അപ്പോൾ വസ്ത്രം എന്നൊരു ആശയം ഉടലെടുക്കുന്നത് എവിടെയാണ്? മധ്യശിലായുഗത്തിലാണ്, അല്ലെ? പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ വസ്ത്രധാരണത്തെ പറ്റി സ്പെസിഫൈ ഒന്നും ചെയ്യുന്നില്ല. അവർ കൂടുതലും വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. മധ്യശിലായുഗത്തിൽ എത്തിയപ്പോൾ വസ്ത്രങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മൃഗത്തോലും മരത്തോലും ഇലകളും ഒക്കെ എന്താണ്? വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചു. ഇനി നവീന ശിലായുഗത്തിലോ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. കണ്ടോ ചിത്രം കണ്ടോ? എന്താണ് ഈ ഉപകരണങ്ങളെ തന്നെ ആ പ്രാചീന ഘട്ടത്തിൽ പരുക്കനായിരുന്നു. മധ്യഘട്ടം എത്തിയപ്പോൾ സൂക്ഷ്മശിലാ ഉപകരണങ്ങളായി. നവീന ശിലായുഗമായപ്പോൾ കുറച്ചുകൂടി മിനുസപ്പെടുത്തി അതിനെ ഒന്ന് കൂർപ്പിച്ച് ഒരു ആയുധമൊക്കെ ഉണ്ടാക്കാനായിട്ട് മനുഷ്യർ പഠിച്ചു. പിന്നെ കൃഷി ആരംഭിച്ചു, അല്ലെ? കൃഷിയുടെ ആരംഭം നവീന ശിലായുഗം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷിയുടെ ആരംഭം എപ്പോഴായിരുന്നു? നവീന ശിലായുഗത്തിലായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ചക്രത്തിന്റെ കണ്ടുപിടുത്തം, അല്ലെ? ചക്രത്തിന്റെ കണ്ടുപിടുത്തവും മൺപാത്ര നിർമ്മാണവും ഒക്കെ ആരംഭിച്ചത് നവീന ശിലായുഗം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നവീന ശിലായുഗത്തിൽ വരുന്നത്. എന്തൊക്കെയാണ്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ ഉപകരണങ്ങൾ, കൃഷി ആരംഭിച്ചു, ചക്രങ്ങൾ കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണമൊക്കെ ആരംഭിച്ചത് നവീന ശിലായുഗം. ഇനി ഈ ഭിംബേട്കയെ പറ്റി പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഭിംബേട്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്, അല്ലെ? ഇവിടെ ശിലായുഗ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നു. ഈ ഭിംബേട്ക ഗുഹകൾ അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. കണ്ടോ, അവര് ഗുഹാചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചേക്കുന്ന കണ്ടോ, അമ്പും വില്ലും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ ഗുഹകളിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഇന്നും നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കൃഷിയുടെ ആരംഭവും സ്ഥിരവാസത്തെ പറ്റിയുമാണ് പറയുന്നത്. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നമ്മൾ കണ്ടു. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വരും, അല്ലേ? ഇതിനു മുൻപ് കൃഷിയൊന്നും തുടങ്ങിയില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ നവീന ശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചപ്പോൾ ആ കൃഷി ഉപേക്ഷിച്ച് അവർക്ക് പോകാൻ കഴിയുമോ? ഇല്ല, അല്ലേ? മറ്റ് വന്യമൃഗങ്ങളൊന്നും കൃഷിയെ ആക്രമിക്കാതെയും അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കൃഷിയെ പരിപാലിക്കേണ്ടത് ആവശ്യമായി വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ആ കൃഷിയിടങ്ങൾക്ക് സമീപം തന്നെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥിരവാസ മനുഷ്യരിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? എന്തൊക്കെയാണ്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, അല്ലേ? താമസിക്കാനായിട്ട് സ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരമായിട്ട് താമസിക്കുമ്പോഴല്ലേ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും സാമൂഹികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കാരണമായി സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും ഒക്കെ വികാസം പ്രാപിച്ചു. ഇനി ഈ നമ്മുടെ ശിലയിൽ നിന്നും ലോഹത്തിലോട്ടുള്ള മാറ്റം. ശിലകൾ എന്ന് പറയുമ്പോൾ കല്ലുകൾ ഉപയോഗിച്ചുള്ളതായിരുന്നു. ഇനി അതിൽ നിന്നും ലോഹത്തിലേക്കുള്ള മാറ്റമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണെന്നറിയാമോ? അത് ചെമ്പായിരുന്നു കേട്ടോ. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. അപ്പോൾ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ് കേട്ടോ, ചെമ്പ്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചുപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മണ്ണൊഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്താണ്? അത് ചെമ്പായിരുന്നു. എന്നാൽ ഈ ചെമ്പിന് അത്ര കാഠിന്യം പോരാ എന്ന് തോന്നിയപ്പോൾ ഇവർ ഈ ചെമ്പിൽ എന്ത് ചെയ്തു? ഈയം കൂട്ടിച്ചേർത്ത് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. അപ്പൊ വെങ്കലത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ചെമ്പും ഈയവും. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് അറിയപ്പെട്ടു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ സ്ട്രക്ചർ തന്നെ നമുക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിലാണ്, അല്ലെ? അപ്പോൾ നമുക്ക് നോക്കാം. വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും ഒക്കെ രൂപപ്പെട്ടു. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇത് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഇതാ വരുന്നു. നമ്മുടെ LP-UP ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ വെങ്കലയുഗ സംസ്കാരങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ അത് നമുക്ക് നദീതട സംസ്കാരങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. ഏതൊക്കെയാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, അപ്പോൾ ഈ വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായല്ലോ. ഈ മാറ്റങ്ങളുടെയൊക്കെ ഫലമായിട്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ പലതരത്തിലുള്ള സിവിലൈസേഷൻസ് രൂപപ്പെട്ടു. അത്തരം സിവിലൈസേഷൻസ് ആണ് നമ്മൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഈ കുറേ നമുക്ക് ഓരോ സംസ്കാരങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സംസ്കാരവും അത് വികസിച്ചു വന്ന നദീതടങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഈ പിക്ചറിൽ നിന്ന് തന്നെ നോക്കാം നമുക്ക് വെങ്കലയുഗ സംസ്കാരങ്ങൾ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം കണ്ടോ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം കണ്ടോ. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന് ഏതൊക്കെ നദീതടങ്ങളാണ്? യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന് യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും കാരണമാണ്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ നദി ഏതാണ്? അത് നൈൽ നദിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ നൈൽ നദിയാണ്. ഹാരപ്പൻ സംസ്കാരം വന്നപ്പോൾ അത് സിന്ധു നദിയായി, അല്ലെ? ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദിയാണ് സിന്ധു നദി. ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദിയാണ് ഹൊയാങ് ഹോ നദി. ഏതാണ്?
ഹൊയാങ്ഹോ നദി ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ടേബിൾ എഴുതി തന്നെ വെക്കുക കേട്ടോ. അടുത്തത്, വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാണ് ഈ സംസ്കാരങ്ങളൊക്കെ നദീതടങ്ങളിൽ രൂപപ്പെടുന്നത് എന്നുള്ള റീസൺ ആണ് പറയുന്നത്. അവിടുത്തെ ഫലഭൂയിഷ്ടമായ മണ്ണ്, അതുപോലെ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ തുടങ്ങിയവയൊക്കെ നദീതടങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായി. എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ. ഇനി നമുക്ക് ഓരോ സിവിലൈസേഷൻ സംസ്കാരങ്ങളായിട്ട് നോക്കാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അല്ലെ? മെസപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ നമ്മൾ ആ ഭൂപടത്തിൽ കണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. ഇനി ഞാൻ പറയുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഏതൊക്കെ നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഓക്കെ, നിലവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഇറാഖിന്റെ ഭാഗം. അപ്പൊ നിലവിൽ നമ്മൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം രൂപം കൊണ്ട സ്ഥലം ഇന്ന് ആരുടെ ഭാഗമാണ്? ഇറാഖിന്റെ ഭാഗമാണ്. ഇറാഖിന്റെ ഭാഗമാണ്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഈ ഒരു പാരഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഏതൊക്കെ സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇനി അവിടുത്തെ നഗരജീവിതവും എഴുത്തുവിദ്യയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത ആരായിരുന്നു? അത് സുമേറിയക്കാരായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഏത്? ഉർ, ഉറൂക്ക്, ലഗാഷ്. ഏതൊക്കെയാണ്? ഉർ, ഉറൂക്ക്, ലഗാഷ്. ഒരിക്കൽ കൂടെ, ആദ്യം ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ സുമേറിയക്കാരായിരുന്നു നഗരജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ള സംഭാവന നൽകിയത്. ഈ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉർ, ഉറൂക്ക്, ലഗാഷ് മുതലായവ. ഇനി ഈ മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തിന്റെ പേരാണ് ക്യൂണിഫോം. എന്താണ്? ക്യൂണിഫോം ലിപി, അല്ലെ? മെസപ്പൊട്ടോമിയയിലെ ലിപിയാണ് ക്യൂണിഫോം എന്ന് ഓർത്തിരിക്കുക. ഈ ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. സുമേറിയക്കാരാണ്. കണ്ടോ ലിപി? ക്യൂണിഫോം ലിപി കണ്ടോ? ഇതിന്റെ ആകൃതി ആപ്പിന്റെ ആകൃതിയാണ്. നമ്മുടെ വെഡ്ജ് ഷേപ്ഡ് ലിപിയാണ് കേട്ടോ. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവ എഴുതിയിരുന്നത്. ഓക്കെ, കളിമൺ ഫലകങ്ങളിൽ കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് ആപ്പിന്റെ ആകൃതിയാണ്, കളിമൺ ഫലകങ്ങളിലാണ്, കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത് എന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ശാസ്ത്രവും ഗണിതവും അതുപോലെ നിയമത്തിൽ എന്തൊക്കെ സംഭാവന നൽകി എന്നാണ് പറയുന്നത്. ശാസ്ത്രവും ഗണിതത്തിൽ ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റിൽ ഇത്രയും ഡീപ്പായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. നമ്മൾ LP UP പഠിക്കുന്ന സമയത്ത് വേറെ നമ്മുടെ +1 +2 ടെക്സ്റ്റൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാണ് ഇത്രയധികം പോയിന്റ്സ് കിട്ടിയത്. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അതിൽ ആ +1 +2 ഉണ്ടായിരുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നവീതര സംസ്കാരങ്ങൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ SCERT കവർ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ശാസ്ത്രവും ഗണിതത്തിൽ എന്തൊക്കെയാണ്? ചാന്ദ്ര പഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. ഇനി നിയമത്തിലാണെങ്കിലോ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് നമ്മുടെ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഹമ്മുറാബി കേട്ടോ. ഈ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹമ്മുറാബിയുടെ നിയമസംഹിത ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി.
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായിരുന്നു ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയാണ് ഏത്? ഹമ്മുറാബിയുടെ നിയമസംഹിത. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. അതായത് ഏത് തരത്തിലാണോ തെറ്റ് ചെയ്യുന്നത് അതേ നാണയത്തിലായിരിക്കും ശിക്ഷയും കൊടുക്കുന്നത്. അതാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത്. ഇനി സിഗുറാത്തുകൾ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സിഗുറാത്തുകൾ. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സിഗുറാത്തുകൾ. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഉർ നഗരത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാണ്? നൈൽ നദീതടത്തിലാണ് ഉടലെടുത്തത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം ഏതായിരുന്നു? കെയ്റോ. ഓക്കെ, അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരമായിരുന്നു കെയ്റോ. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറാവോ. ഓക്കെ, ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് ഫറോവോ. ഈ സംസ്കാരത്തിന്റെ, അതായത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പിരമിഡുകൾ. അല്ലെ, പിരമിഡുകൾ ഓക്കെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തീന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിന്റെ ധാനം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ നൈലിന്റെ ധാനം ഏതാണ്? ഈജിപ്ത് അല്ലേ. അപ്പൊ നൈൽ നദിയുടെ തീരം പലതരത്തിലുള്ള കൃഷികൾക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു സംസ്കാരം ഉടലെടുത്തത്, ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെ. ജനങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി, ഒരു സംസ്കാരം രൂപപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഈജിപ്തിനെ നൈലിന്റെ ധാനം എന്ന് വിശേഷിപ്പിച്ചു. കണ്ടോ, ഈജിപ്ഷ്യൻ ഫറോവയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് പിരമിഡുകൾ എന്ന് നമുക്ക് നോക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറോവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഓക്കെ, അപ്പോൾ പിരമിഡുകൾ എന്ന് പറയുന്നത് ശവകുടീരങ്ങളാണ് കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറോവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പോൾ ഏറ്റവും വലുതും പ്രശസ്തവുമായത് ഗിസയിലെ പിരമിഡാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് മമ്മികൾ എന്ന് നമുക്ക് നോക്കാം. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഈജിപ്ഷ്യൻ ജനത മൃതദേഹങ്ങളെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി വളരെ അനശ്വരമായിട്ട് സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് മമ്മികൾ എന്ന് പറയുന്നത്. ഫറോവോ ആയിരുന്ന തൂത്തൻഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. ഓക്കെ, ഈ പിരമിഡുകൾക്കുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ എന്ത് ചെയ്തിരുന്നത്? സൂക്ഷിച്ചിരുന്നത് കേട്ടോ. ഇന്നും ഉണ്ട് അത്. ഇനി ഈജിപ്തിലെ എഴുത്ത് വിദ്യയാണ് പറയുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയയിലെ എഴുത്ത് വിദ്യയാണെങ്കിൽ നമ്മൾ ക്യൂണിഫോം ലിപി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ എഴുത്ത് വിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. മാറിപ്പോവരുത്, ഹൈറോഗ്ലിഫിക്സ് ലിപി. ഓക്കെ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെത് ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെ അർത്ഥം എന്താണ്? ഹൈറോഗ്ലിഫിക്സിന്റെ വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടി ചേർന്ന ലിപിയാണിത്. വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. അതും ഓർക്കുക, വലത്തുനിന്നും ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത്. ഇനി ആ ഒരു സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ശാസ്ത്ര നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. അപ്പൊ ജോമെട്രി അഥവാ ജാമിതിക്ക് തുടക്കമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ആരുടെ സംഭാവനയായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനയായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ, സോളാർ കലണ്ടറിൽ ഉൾപ്പെട്ടിരുന്നത്. എന്താണ്? 30 ദിവസം വീതമുള്ള 12 മാസങ്ങൾ, അപ്പോൾ 360ആയി. പിന്നെ ഒരു കൂട്ടിച്ചേർത്ത 5 ദിവസവും കൂടെ ചേർത്ത് 365 ദിവസങ്ങളായിരുന്നു ഇവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതടം നമ്മൾ പറഞ്ഞു അല്ലെ. ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്.
അപ്പോൾ കൃഷിയായിരുന്നു ഇവരുടെ സംസ്കാരത്തിൻ്റെയും പ്രധാന അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും ഇവര് വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങളൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. ഇനി ഇവിടുത്തെ എഴുത്ത് സമ്പ്രദായമാണ് പറയുന്നത്. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടാകുന്നത്. അപ്പൊ ലിപി ഏതാണ്? ചിത്രലിപിയാണ്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഓരോ സംസ്കാരവും അതിൻ്റെ ലിപിയും അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ ഓർത്തെടുക്കുക. ഞാൻ ലിപി പറയാം. മെസപ്പൊട്ടോമിയയിൽ എന്താണ്? ക്യൂണിഫോം ലിപിയാണ് അല്ലെ? ക്യൂണിഫോം ലിപിയാണ്. ഈജിപ്തിൽ എന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ലിപി. ചൈനയിൽ എന്താണ്? ചൈനീസ് സംസ്കാരത്തിൽ ചിത്രലിപി അല്ലെ? ചിത്രലിപിയായിരുന്നു. അതിൻ്റെ ഓരോന്നും പ്രത്യേകതകളും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത സംസ്കാരമാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം അല്ലെ? ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പൊ ഈ ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി കരുതപ്പെടുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ BCE 2600 മുതൽ BCE 1900 വരെ, BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇത് ഉടലെടുത്തത് സിന്ധു നദീ തീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തെ തന്നെയാണ് സിന്ധു നദീതട സംസ്കാരം എന്നും വിളിക്കുന്നത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഏത് സംസ്കാരം? ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമാണ് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്കാരം ഏത്? ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരമാണ്. ഓക്കെ, ഇനി ഈ ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗാൻ, ലോഥൽ അല്ലെ? ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാന നഗരങ്ങളാണ് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗാൻ, ലോഥൽ തുടങ്ങിയവ. ഇനി സർ ജോൺ മാർഷൽ ആരാണ് അദ്ദേഹം എന്ന് നോക്കാം. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASA എന്ന് ഷോർട്ട് ഫോമിൽ കൊടുക്കും. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. അപ്പോൾ 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പൊ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ജോൺ മാർഷൽ ഓപ്ഷനിൽ തന്നിരുന്നാൽ നമുക്ക് എഴുതാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തലിന് കാരണമായ വ്യക്തി ആരാണ്? സർ ജോൺ മാർഷൽ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഹാരപ്പൻ സംസ്കാരത്തിലെ നഗരാസൂത്രണം അല്ലെ, ടൗൺ പ്ലാനിങ് എങ്ങനെയാണ്? ഈ നഗരാസൂത്രണത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം അഥവാ ടൗൺ പ്ലാനിങ്. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. അഴുക്കുചാൽ സമ്പ്രദായം. അപ്പോൾ നിങ്ങൾ LP UP എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഓരോ സംസ്കാരം എഴുതുക. ആ സംസ്കാരത്തിന്റെ കാലഘട്ടം തന്നിട്ടുണ്ട്, അതിന്റെ ലിപി എന്താണ്, പ്രത്യേകത എന്താണ്, ആ സംസ്കാരത്തിലെ ഓരോ പോയിന്റ്സ് എന്താണെന്ന് ജസ്റ്റ് ബുള്ളറ്റിനിട്ട് എഴുതി വെക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ എഴുതി വെക്കരുത്, പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അഴുക്കുചാൽ സമ്പ്രദായം ഏത് സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെതായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. ഇനി ഈ മോഹൻജദാരോ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് മോഹൻജദാരോ. അവിടുത്തെ ഒരു പ്രത്യേകതയാണ് വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് കേട്ടോ. അപ്പോൾ മോഹൻജദാരോയിലെ വലിയ കുളം നമുക്ക് നോക്കാം, ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ.
വലിയ കുളമാണ് ഈ നഗരത്തിന്റെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. അപ്പോൾ വലിയ കുളം എവിടത്തെ പ്രത്യേകതയാണ്? മോഹൻജദാരോയിലേതാണ്. ഏത് സംസ്കാരത്തിന്റെ പ്രത്യേകതയാണെന്ന് ചോദിച്ചാൽ ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. ഉണ്ടോ? ചിത്രം തന്നിട്ടുണ്ട്. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. ഇനി ധാന്യപ്പുരയുടെ പ്രത്യേകതയാണ് നോക്കുന്നത്. ഗ്രാനറി. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അല്ലെ, കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പുകളാണ് ധാന്യപ്പുര. അപ്പോൾ ഇവരുടെ പ്രത്യേകതയാണ് ധാന്യപ്പുര. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ധാന്യപ്പുര. സ്പെസിഫിക് ആയിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാരപ്പയിലാണ്. ഓക്കെ, ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇനി ഇവരുടെ കരകൗശല വിദ്യ, സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കരകൗശല വിദ്യകൾ നമുക്ക് നോക്കാം. കണ്ടോ? കളിപ്പാട്ടങ്ങള്, മുദ്രകള്, ആഭരണങ്ങൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ നമ്മുടെ LPUP എക്സാമിന്റെ PYQ ആണ്. നർത്തകിയുടെ വെങ്കല പ്രതിമ ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാരപ്പൻ സംസ്കാരമാണ്. അതിൽ തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹാരപ്പയിലാണ്. ഓക്കെ, മൊത്തത്തിൽ അതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുമെങ്കിലും അതിനെ നമ്മൾ കണ്ടില്ലേ, ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ അതിനുണ്ട്, 4 സ്ഥലങ്ങൾ. അതിൽ തന്നെ നർത്തകിയുടെ വെങ്കല പ്രതിമ കണ്ടെത്തിയത് ഹാരപ്പൻ ജനതയിൽ നിന്നുമാണ്. ഓക്കെ ആണല്ലോ. മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു. ഇനി ഇവരുടെ എഴുത്ത് വിദ്യയെപ്പറ്റി നമുക്ക് നോക്കാം. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. അപ്പൊ ചിഹ്നങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഹാരപ്പൻ ജനത. അപ്പൊ ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യയുടെ പ്രത്യേകത ചിഹ്നങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ചിഹ്നങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച എന്നാണ് പറയുന്നത്. ഏകദേശം BCE 1900 കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. അപ്പോൾ അതിൽ കുറച്ച് കാരണങ്ങളാണ് പറയുന്നത്. 1, കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റം. 2, നിരന്തരം ഉണ്ടായ പ്രളയം. 3, വനനശീകരണം. 4, ഭൂമിയുടെ അമിതമായ ഉപയോഗം. ഇപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി പ്രധാനമായും 4 കാര്യങ്ങളാണ് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമുണ്ടായ പ്രളയം, വനനശീകരണം, അതുപോലെ ഭൂമിയുടെ അമിതമായ ഉപയോഗം. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകളൊന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരന്മാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുഗങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗ കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇഷ്ടത്തോടു കൂടി ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വരുന്ന PSC എക്സാമുകൾക്കൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെക്കാളും ഭൗതികമായിട്ട് ഉയർന്ന രീതിയിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കിത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ആദ്യമേ കാണുമ്പോൾ തന്നെ വലിയൊരു ചാപ്റ്ററാണ്, ഒത്തിരി പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത്. എങ്കിലും നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ചാപ്റ്ററിനോട് വിമുഖത കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ ഉറപ്പായിട്ടും പഠിക്കുക. ബാക്കി നമ്മുടെ SCERT കുറേ നമ്മുടെ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി നമ്മൾ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
5ാം ക്ലാസ്സിലെ തന്നെ പുതിയ SCERT നമ്മൾ സോഷ്യൽ സയൻസും ബേസിക് സയൻസും കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ 6ാം ക്ലാസ്സിലെ നമ്മുടെ SCERTയുടെ ബേസിക് സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സോഷ്യൽ സയൻസിലെ ആദ്യ ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഓരോ ക്ലാസ്സുകളുടെയും ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ ഫോൾഡറായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.